അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പഴുത്ത തക്കാളി വെച്ചിട്ട് ഒരു അച്ചാറാണ് കേട്ടോ. തക്കാളി അച്ചാർ എനിക്കറിയുന്ന പോലെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ട സാധനങ്ങൾ പഴുത്ത തക്കാളി വേണം. അതിന് അതൊരു 1/2 കിലോ ഉണ്ട്. പിന്നെ വെളുത്തുള്ളി, വാളംപുളി, കടുക്, ഉലുവ, വേപ്പില, കായം, ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നല്ലെണ്ണ. ഇത്രയും സാധനങ്ങൾ വേണം. ഈ കടുകും ഉലുവയും നമുക്ക് വറുത്ത് പൊടിച്ചിടാനുള്ളതാണ് കേട്ടോ. പുളി കുതിരാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. എന്നാലേ നന്നായിട്ട് പുളി പിഴിഞ്ഞാൽ കിട്ടുള്ളൂ. പാത്രം ചൂടായി, നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. മതി. എണ്ണ ചൂടായി, ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം തന്നെ ചൂടായ ശേഷം ഇത്തിരി നേരം അടച്ചു വെച്ച് വേവിക്കാം. വേവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെച്ചാൽ അടി പിടിക്കും. ഇതിപ്പോൾ തക്കാളിയുടെ മാത്രം വെള്ളമാണ് കേട്ടോ. നമ്മൾ ഒരു തുള്ളി എണ്ണയിലേക്ക് ആ തക്കാളി ഇട്ടിട്ടേ ഉള്ളൂ. ഇനി ഈ വെള്ളം ഒന്ന് വറ്റണം, നല്ലോണം ഒന്ന് വറ്റണം. കടുക് ഉലുവ എന്താ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഞാൻ എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി വെന്തു. നമുക്കിനി വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കണം. ഇതിലേക്ക് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓണാക്കി ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പുളി ഒഴിക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് പുളി ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇടണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇടണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി നമുക്ക് നന്നായിട്ട് 2 സ്പൂൺ ഇടണം. 1 സ്പൂണ്, 2 സ്പൂൺ ഇട്ടു. നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളക്കിണ്ട്. നമുക്കിതിൽ ഇത്തിരി ഉപ്പും കൂടി ഇടാം. അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇടാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി ഇടാം. അത് കഴിഞ്ഞിട്ട് ഇത് തണുക്കുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് രണ്ടാമത് എണ്ണയൊക്കെ ഒഴിച്ച് ശരിയാക്കണം. അപ്പം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തക്കാളി തണുത്തു. നമുക്കിനി അത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ പാകത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ കൊട്ടാം. ഇനി ഇതിൽ എണ്ണ ചൂടാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി, നമുക്കിനി അതിലേക്ക് കടുകിടാം. ഇനി മുളകിടാം. കടുക് പൊട്ടി. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. നമുക്ക് കായം ഇടാം. വെളുത്തുള്ളി ഒന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് ആ ഉലുവയും കടുകും കൂടി പൊടിച്ച് വെച്ചത് ഇടണം. ആ പൊടിച്ച് വെച്ച് അത് ഓഫാക്കിയിട്ടിട്ടാലും മതി. എന്നാൽ നമുക്കിത് അതിലേക്ക് ഒഴിക്കണം. 1 സ്പൂണ് ഉലുവയും കടുകും കൂടി പൊടിച്ചത് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇനി ഇത് ഇളക്കിയിട്ട് ഒന്ന് എണ്ണ തെളിയണ വരെ തക്കാളിയുടെ മൂപ്പെത്തണം. അപ്പോൾ
അപ്പം അങ്ങനെ ഇളക്കി മൂപ്പ് എത്തുമ്പോൾ അതിൻ്റെ കളറ് നല്ല മൂത്ത് വരും, നല്ല ബ്രൗൺ ആയി വരും. അതുവരെയ്ക്കും നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. കാരണം നമുക്ക് കുറേ നാൾ കേട് കൂടാണ്ട് ഇരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് എത്ര എണ്ണയായാലും കേട് വരില്ല. അപ്പോൾ കുറച്ചുകൂടി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ എണ്ണ എന്താണ് ഇളക്കി 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 തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് പാകമാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ആ പുളിപ്പും ഇതൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ ഈ ശർക്കരപ്പൊടിയും കൂടി ഇട്ടു. ഇതേ ഇളക്കി 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 എണ്ണ തെളിഞ്ഞ് വരഞ്ചാലേ നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ക്ഷമ വേണം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ. മറ്റുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത് അല്ലാട്ടോ. അത് ഇളക്കും വേണം, അടി പിടിക്കാൻ പാടില്ലല്ലോ. ഇളക്കി 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 ഇളക്കിയിട്ട് തെളിഞ്ഞ് വരണം. അപ്പം നല്ല ക്ഷമയും സമയം ഉള്ളപ്പോൾ മാത്രം ഇത് ചെയ്യാൻ അറിഞ്ഞാൽ മതി കേട്ടോ. പക്ഷെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എത്ര നാൾ വേണിച്ചാൽ നമുക്കിത് എടുത്ത് വെക്കാനും പറ്റും, കേട് വരാതിരിക്കും. പാകം ഇനി തണുത്താൽ നമുക്ക് ഒഴിച്ച് വയ്ക്കാം. എത്ര നാൾ വേണിച്ചായിരിക്കും കേട് കൂടാണ്ട്. തക്കാളി അച്ചാർ ശരിയായി തണുത്തു. ഇനി നമുക്കത് കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം. അപ്പം നമ്മളുടെ അച്ചാർ ശരിയായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സ്വാദോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി തണുത്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കണു. നിങ്ങൾ സൗകര്യം പോലെ അത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പുമായിട്ട് ഞാൻ ഇനി വരാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ്.